ബി രാധാകൃഷ്ണ മേനോൻ, ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ചില അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ പിൻബലത്തിലാണ് പി സി ജോർജിനെതിരായ ഇത്ര വലിയ നടപടിയിലേക്ക് കടക്കുന്നത്. യഥാർത്ഥത്തിൽ പി സിക്കെതിരെ പരാതി നൽകുന്നത് യൂത്ത് ലീഗാണ്. അതിന് ചരട് വലിച്ചത് കോൺഗ്രസും. കോൺഗ്രസിന്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗ് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇടതുപക്ഷം നയിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ ഭരിക്കുന്ന പ്രോസിക്യൂഷൻ, ആ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് രാംകുമാർ സാർ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല അവിടെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്നത്. നിരന്തരം നാക്കുപിഴ വരുത്തുന്ന, നിരന്തരം ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന ഒരാൾ എന്ന ഒരു പ്രതീതി കോടതി മുറിക്കകത്ത് സൃഷ്ടിക്കപ്പെടുകയും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. വളരെ കൃത്യമായി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള വളരെ കൃത്യമായ ആസൂത്രിതമായ നീക്കങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടത്. ഇവിടെ അദ്ദേഹത്തെ ബോധപൂർവം ജയിലിൽ അടയ്ക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തലാക്കണം. അതിന് ഉതകുന്ന രീതിയിലുള്ള ചില ആസൂത്രണങ്ങൾ ഇരുമുന്നണിയുടെയും ഭാഗത്തു നിന്ന് അതാണ് അവര് സംയുക്തമായി യോജിക്കുന്ന ചില മേഖലകളുണ്ട്. കാരണം പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ BJP ജയിച്ചിട്ടുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ ഈ രണ്ട് മുന്നണിക്കാരും പരസ്പര ധാരണയിൽ വരുന്ന സമയത്ത്, ഇപ്പോൾ ചെങ്ങന്നൂര് വാടനാട് പഞ്ചായത്ത് അല്ലെങ്കിൽ അതേപോലെ പല പ്രദേശത്തും ഉണ്ട് ഈ മുന്നണികളുടെ ഒരു കൂട്ടായ്മ. അപ്പൊ ഏതാണ്ട് അതേ സമീപനം ഈ പി സി ജോർജിനെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോ ഇന്ത്യ മുന്നണി കേരളത്തിൽ എടുത്തിരിക്കുകയാണ്. കാരണം അവരൊരുമിച്ചിട്ടാണ് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പി സി ജോർജ് നേരത്തെ പൂഞ്ഞാറില് നമുക്കറിയാം, അദ്ദേഹം ഈ ഇരു മുന്നണിയുടെയും പിന്തുണ ഇല്ലാതെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ്. അപ്പൊ അത്രയേറെ ജനപിന്തുണയുള്ള അദ്ദേഹം ഇപ്പോ BJPയുമായി NDAയുമായി ചേർന്ന് നിൽക്കുമ്പോൾ ആ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും അതുമായി ബന്ധപ്പെട്ട ചില പോളറൈസേഷനും സാമൂഹ്യ മാറ്റങ്ങളും ഒക്കെ ഇന്ന് പ്രകടമാണ്. കാരണം അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയുന്നു, യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഇന്ന് രൂപപ്പെട്ടു വരുന്ന സമയത്ത് ആ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നവർ ഇന്നിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്യമായ അജണ്ട തന്നെയാണ് ഈ അദ്ദേഹത്തിനെതിരായി നടന്ന ഗൂഢാലോചന, അതിന്റെ തുടർച്ചയായി നടക്കുന്ന പരാതി. കാരണം ആ പരാതിക്കാരന്റെ ആവശ്യം അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുക, അദ്ദേഹത്തെ ജയിലിലിടുക, ഇതാണ് കൃത്യമായിട്ട് അവർ ആഗ്രഹിച്ചത്. അതിന് വെറുതെ ജയിലിലിടാൻ മാത്രമല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് നടത്താൻ യോഗ്യതയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി ഏതൊക്കെ തലങ്ങളിൽ നിന്നുള്ള പരിശ്രമം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം എന്തായാലും അതായത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ കേരള രാഷ്ട്രീയത്തെ വരഞ്ഞു മുറുക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇടപെടലുകൾ വളരെ കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് പി സി ജോർജ് ആയിരിക്കാം. കാരണം പി സി ജോർജിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്ന ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. 27,000 വോട്ടുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വോട്ടുകൾ കേന്ദ്രീകരിച്ച് അവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. SDPIയുടെ നേതാവ് തന്നെ പി സി ജോർജിനെ വിളിച്ച് പറയുകയാണ്, ഇത് ഞങ്ങളുടെ കേരളത്തിലെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്, ഇത് ഞങ്ങൾ ഇവിടെ പരീക്ഷിച്ചു, വിജയിച്ചു. അങ്ങനെ പി സി ജോർജിനെ മൂലക്കിരുത്തിയത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പാലക്കാട് നമ്മൾ അത് കാണുകയാണ്. വളരെ കൃത്യമായി ആസൂത്രിതമായി BJP സ്ഥാനാർത്ഥി അവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും എന്നുവേണ്ട സകല സംഘടനകളും യോജിച്ചുകൊണ്ട് അവിടെ കൃത്യമായ വോട്ട് കേന്ദ്രീകരണം നടത്തി. അവിടെ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, അവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇതല്ല, ഇതിനപ്പുറത്തുള്ള രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുകയാണ്. ഇത് കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, ഈ വിപത്തിനെ ഈ തരത്തിൽ തന്നെ പച്ചയായി ചൂണ്ടിക്കാണിച്ചത് ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു. അത് നമ്മുടെ പഴയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അദ്ദേഹം കേരളം നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്താണ് എന്ന് പറഞ്ഞിട്ട് ഈ വക ചില കാര്യങ്ങളെ പഴയ കാലത്ത് പരാമർശിച്ചപ്പോൾ അതിനെ പിന്നീട് ആരും അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതിയിലൊന്നും അവതരിപ്പിക്കാൻ
ധൈര്യം കാണിച്ചില്ല. എ കെ ആന്റണിയും സമാന സ്വഭാവത്തോടെ പറയുകയുണ്ടായി. അതെ അതെ, അദ്ദേഹം അച്യുതാനന്ദൻ പറയുന്നു ഏതാണ്ട് സമാന സ്വഭാവത്തോടു കൂടി എ കെ ആന്റണി പിന്നീട് അതെടുത്തു പറഞ്ഞു. ഇന്ന് പക്ഷേ എ കെ ആന്റണി അങ്ങനെ പറയുമോ എന്ന് നമ്മൾ കണ്ടറിയണം. കാരണം ഒരു സംഘടിത ന്യൂനപക്ഷം എല്ലാ അവകാശങ്ങളും കൈയടക്കുന്നുവെന്ന് അന്ന് 10-20 വർഷം മുമ്പ് പറയാൻ എ കെ ആന്റണിക്ക് ധൈര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴത് പറയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഞാൻ അങ്ങേലേക്ക് എത്താം.